ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരള PSCയുടെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക്, അതായത് KSFE-യിലേക്ക് പിയൂൺ വാച്ചർ തസ്തികയിലേക്കുള്ള നിയമനത്തിനായുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിലെ SIUC, നാടാർ, ഈഴവ അല്ലെങ്കിൽ തീയ അല്ലെങ്കിൽ ബില്ലവ, പട്ടികവർഗം ST, മുസ്ലിം, ധീവര, OBC, ലാറ്റിൻ കത്തോലിക്കർ അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ LC or AI, വിശ്വകർമ്മ എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 4/6/2025, അതായത് ജൂൺ 4, 2025. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കാറ്റഗറി നമ്പർ 47/2025 മുതൽ 54/2025 വരെ. സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. ഉദ്യോഗ പേര് പിയൂൺ വാച്ച്മാൻ. ശമ്പളം 24,500 രൂപ മുതൽ 42,900 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം കാറ്റഗറി നമ്പർ 47/2025 SIUC നാടാർ ഒരൊഴിവാണുള്ളത്. 48/2025 കാറ്റഗറിയിലുള്ളത് ഈഴവ അല്ലെങ്കിൽ തീയ അല്ലെങ്കിൽ ബില്ലവ, ഇവർക്ക് 2 ഒഴിവുകളാണുള്ളത്. അടുത്ത കാറ്റഗറി നമ്പർ 49/2025 പട്ടികവർഗം ST വിഭാഗത്തിന് 2 ഒഴിവുകളാണുള്ളത്. അടുത്ത കാറ്റഗറി നമ്പർ 50/2025 മുസ്ലിം, ഒഴിവുകളുടെ എണ്ണം 2. കാറ്റഗറി നമ്പർ 51/2025 ധീവര, ഒഴിവുകളുടെ എണ്ണം 1. കാറ്റഗറി നമ്പർ 52/2025 OBC, ഒഴിവുകളുടെ എണ്ണം 1. കാറ്റഗറി നമ്പർ 53/2025 ലാറ്റിൻ കത്തോലിക്ക അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ LC or AI, ഒഴിവുകളുടെ എണ്ണം 1. കാറ്റഗറി നമ്പർ 54/2025 വിശ്വകർമ്മ, ഒഴിവുകളുടെ എണ്ണം 1. മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കുന്നതാണ്. ഇനി നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സിനും 50 വയസ്സിനും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 2/1/1975 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. യോഗ്യതകൾ: 6ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷ സമർപ്പിക്കുന്ന തീയതിയിൽ മേൽപ്പറഞ്ഞ സ്ഥാപനത്തിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സ്ഥാപനത്തിൽ 3 വർഷം ജോലി ചെയ്തു എന്നുള്ള സർവീസ് സർട്ടിഫിക്കറ്റ് ഈ മാതൃകയിലായിരിക്കണം നൽകേണ്ടത്. ഈ ഉദ്യോഗത്തിൽ നിയമിക്കപ്പെടുന്ന ഏതൊരാളും ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 1 വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പുതിയതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഫോട്ടോ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം: ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്ത് പരീക്ഷ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം കൺഫർമേഷൻ അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ്. അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രം അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ 15 ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. പരീക്ഷ എഴുതുമെന്നുള്ള സ്ഥിരീകരണം നിശ്ചയ സമയപരിധിക്കുള്ളിൽ നൽകാത്തവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. ഇനി ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടതാണ്. ഈ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 4/6/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്, അതായത് ജൂൺ 4 രാത്രി 12 മണി വരെ. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.